ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു വെറൈറ്റി ചിക്കൻ കറി ആയാലോ. നമുക്കിപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ വലിയ രണ്ടുള്ളിയാണ്. നമുക്ക് മസാലകളൊന്നും വാട്ടണ്ട, ഒക്കെ നമുക്ക് മിക്സിയിൽ ചെയ്യേണ്ട കാര്യമാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായി കട്ട് ചെയ്യുന്നത് നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഉള്ളി കട്ട് ചെയ്താൽ മാത്രമേ അതിൽ അരിയൂ. ആ ടൈപ്പ് മിക്സിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ മിക്സിൻ്റെ ജാറിൻ്റെ പിന്നെ വലിയ ജാറാണെങ്കിൽ വലിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ അടിപൊളിയിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം മിക്സിയിൽ അരക്കാനുള്ളതാണ്. ഒരു തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ മസാല എത്രയൊക്കെയാണെന്ന് കണക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ എല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്. 2 ഉള്ളി, 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, പിന്നെ മല്ലിയിലയാണ് അതേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിൽ ആദ്യം ഉള്ളിയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാലകൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ലോണം മിക്സിൻ്റെ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മളെ മസാലകളൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3/4 കിലോ ചിക്കനാണ്. അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വേറെ തന്നെ ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്ന മസാലപ്പൊടികൾ ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ ഉപ്പിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോ. പിന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു 3 ടീസ്പൂണ് തൈര് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണേ. ചെറിയ ജീരകമാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൻ്റെ പച്ചമണം അതൊന്നും ഉണ്ടാവില്ല. ഇത് വെന്ത് കിട്ടുമ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കുക്കറിൽ ഒരു 3 വിസിൽ വരെ നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പറയാൻ കഴിയില്ല, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ മസാലകളൊക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. ചിക്കൻ നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. അത്രയും നല്ല വെറൈറ്റി കറിയാണ്. നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും പത്തലിൻ്റെ കൂടെയും ചോറും നെയ്ച്ചോറും നെയ്പ്പത്തിരി എല്ലാത്തിനും നല്ല മാച്ച് ചെയ്യുന്ന കറിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക്